കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ നടപടി. ഹോസ്റ്റൽ വാർഡനെ പുറത്താക്കി. വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. അതേസമയം KSU യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഹോസ്ദുർഗ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നമ്മളവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചില ആശങ്കകളുണ്ട്. അവിടെ നമുക്കൊരു കുട്ടികൾ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണം വാർഡൻ കുറച്ച് മോശമായി പെരുമാറി, അല്ലെങ്കിൽ കുറച്ച് ഹാഷായി പെരുമാറി എന്നുള്ളൊരു അഭിപ്രായം കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. മാനേജ്മെൻ്റ് അത് കൃത്യമായി അതിൻ്റെ ഗൗരവത്തോട് തന്നെ കണ്ട് തൽക്കാലത്തേക്ക് ഒരു അന്വേഷണ വിധേയമായി വാർഡനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ വാർഡൻ തെറ്റ് ചെയ്തതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ കർശനമായ നടപടി ഉണ്ടാവും. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. ആ ചൈതന്യ എന്നുള്ള കുട്ടീൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ വാർഡനുള്ള ശിക്ഷ ആ കുട്ടി ഒന്നെങ്കിലും സംസാരിക്കുക, അതിൻ്റെ രീതിയിലുള്ള FIR അത് പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ റിട്ടേൺ കംപ്ലൈന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പരാതി ഉള്ളതെന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് അതായത് പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരാവശ്യത്തിന് പരിഹാരമായിരിക്കുന്നു, വാർഡനെ മാറ്റിയിരിക്കുന്നു. അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. ഇന്നലെ വളരെ വൈകി, രാത്രി വൈകിയാണ് ഈ ചർച്ച അവസാനിച്ചത്. അതായത് കാഞ്ഞങ്ങാട് DYSPയുടെ നേതൃത്വത്തിൽ ആശുപത്രി മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളൊപ്പം നിരവധി സംഘടനാ പ്രതിനിധികളും ഇത്തരത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഈ വാർഡനെ മാറ്റാനുള്ള തീരുമാനം. പ്രധാനമായും ഈ വിദ്യാർത്ഥിനികൾ ഉന്നയിച്ചത് ഈ വാർഡനെ മാറ്റണം എന്നത് തന്നെയായിരുന്നു. ആ കാര്യത്തിൽ മാനേജ്മെന്റ് അനുഭാവപൂർവമായ തീരുമാനമെടുത്തു. മാത്രമല്ല, ഈ കുട്ടികൾ നേരിടുന്ന മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിനും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാടാണ് ഈ യോഗത്തിൽ സ്വീകരിച്ചത്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ PTA കമ്മിറ്റി ആലോചിച്ച് ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാം. അത് മാത്രമല്ല, പുതിയ വാർഡനെ PTA കമ്മിറ്റിക്ക് തീരുമാനിക്കാം. ആ വാർഡനെ നിയോഗിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ മൻസൂർ ആശുപത്രിയിൽ നടന്നത്. SFIയുടെ മാർച്ചാണ് ആദ്യം ഉണ്ടായത്. ആ മാർച്ചിൽ വലിയ തോതിൽ ലാത്തിച്ചാർജ് ഉണ്ടായി. അതിനുശേഷം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചുണ്ടായി. മാർച്ചിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ABPയുടെ നേതൃത്വത്തിലും മാർച്ചുണ്ടായിരുന്നു. ആ 3 മാർച്ചും ഇത്തരത്തിൽ വലിയ ലാത്തിച്ചാർജിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു എന്ന് ആരോപിച്ച് ഇന്ന് 10 മണിക്ക് DYSP ഓഫീസിലേക്ക് മാർച്ചുണ്ട്. ഏതായാലും ആ മാർച്ചിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇന്ന് കാഞ്ഞങ്ങാട് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ചികിത്സയിലുള്ള കുട്ടി, ഈ നേരത്തെ ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നൊരു ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്. ഈ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്നലെ കുട്ടി ഭക്ഷണം കഴിക്കുന്ന ഉൾപ്പെടെ ഫീഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. ഏതായാലും ഇന്ന് ഈ 5 അംഗ വിദ്യാർത്ഥി സംഘം ഈ കുട്ടിയെ ഇന്ന് മംഗളൂരുവിലെത്തി കാണുന്നുണ്ട്. പ്രധാനമായും ഈ കുട്ടി മരണപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വിവരമായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ വലിയ ആശ്വാസമുണ്ടായിരിക്കുന്നു. കുട്ടി നേരിയ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ആശുപത്രിയിലേക്ക് ഉണ്ടാവില്ലെങ്കിലും ഈ KSU യൂത്ത് കോൺഗ്രസ് മാർച്ച് ഇന്ന് DYSP ഓഫീസിലേക്കുണ്ട്. അത് തന്നെയാണ് ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ളത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിന് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമായിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അശ്വതി, ബൈജു, ഈ വിഷയത്തിൽ കുട്ടികൾ ഉന്നയിച്ച കുറെ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അവിടെ അരക്ഷിതാവസ്ഥയുണ്ട് ഹോസ്റ്റലിൽ എന്നതടക്കമുള്ള നിരവധി വിഷയങ്ങൾ. അത് റിട്ടേൺ കംപ്ലൈന്റ് ആയി തന്നെ അവർ കൊടുത്തു, പരാതിയായി തന്നെ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ ഈ വാർഡനെ മാറ്റിയതിലൂടെ സാധിച്ചെടുത്തിരിക്കുന്നത്. ഇനി അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അത് പരിഗണിക്കാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമാണ്? തീർച്ചയായും ആ കാര്യത്തിലും ഇന്നലെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഇന്നലെ പ്രതികരണം ഉണ്ടായിരുന്നു. ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം അത്തരത്തിൽ മാനേജ്മെന്റ് വ്യക്തമാക്കിയത് ഈ കുട്ടികൾക്ക് പുറത്ത് താമസിക്കണം എന്ന ഒരു ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആവശ്യത്തിനും ഈ മാനേജ്മെന്റ് ഇവർക്ക് അനുമതി നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഈ PTA കമ്മിറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല.
പുതിയ PTI കമ്മിറ്റി നിലവിൽ വരും. ജനുവരിയോടുകൂടി അത് കൃത്യമായി വരും. നിലവിൽ താൽക്കാലികമായ ഒരു PTI കമ്മിറ്റി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ആ PTI കമ്മിറ്റി ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ, ഈ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകിയ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകുക. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഈ മാനേജ്മെന്റ് നിൽക്കുകയും മാത്രമല്ല ഒരു ആഭ്യന്തര അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയത്. അതിൽ കുറ്റക്കാർക്കെതിരെ കൂടുതൽ പേർ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നുവെങ്കിൽ അവർക്കെതിരെ എല്ലാം കർശന നടപടി സ്വീകരിക്കും എന്ന നിലപാട് തന്നെയാണ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് വളരെ തൃപ്തികരം എന്ന് തന്നെയായിരുന്നു ചർച്ച. ഈ വിദ്യാർത്ഥികളും നമ്മോട് വ്യക്തമാക്കിയിരുന്നത്. വളരെ വൈകിയാണ് ഇന്നലെ ഈ ചർച്ച അവസാനിച്ച 5 മണിക്ക് തുടങ്ങിയ ചർച്ച 10 മണിയോട് കൂടിയാണ് അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എല്ലാ പ്രശ്നങ്ങളും അവിടെ സംസാരിക്കുകയും മാത്രമല്ല KSU, SFI അതുപോലെ തന്നെ ABVP പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇവരും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികൾ നൽകിയ എല്ലാ ആവശ്യങ്ങൾക്കും ഈ മാനേജ്മെന്റ് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡിനെതിരെ അന്വേഷണം നടത്തണം. വാർഡൻ ഈ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ വാർഡന്റെ ഈ പെരുമാറ്റവും മറ്റും ഉണ്ട് എന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ വാർഡിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കും. ഒപ്പം ഈ മാനേജ്മെന്റ് ഭാഗത്ത് നിന്നും ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ ഈ വിദ്യാർത്ഥി പ്രതിനിധികൾ, ഇന്നലെ ചർച്ചയ്ക്കെത്തിയ പ്രതിനിധികൾ ഇന്ന് ആ കുട്ടിയെ കാണാൻ പോകുന്നത്. പാണത്തൂർ സ്വദേശിനിയായ ചൈതന്യ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഈ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള നഴ്സിംഗ് സ്കൂളിന്റെ ഫാനിന് ഇത്തരത്തിൽ കെട്ടിത്തൂങ്ങാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. എന്തായാലും ആ കുട്ടിയെ ഇന്ന് ഇവർ കാണുന്നുണ്ട്. പ്രധാനമായിട്ട് ആരോഗ്യനില എന്താണെന്നുള്ളത് സംബന്ധിച്ചൊക്കെ ഇവർക്ക് അറിയേണ്ടതെന്നാണ് ഇവർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സൗകര്യം മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവർക്ക് താമസിക്കാൻ, പുറത്ത് പോയി താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള അവരുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അതും മാനേജ്മെന്റ് അംഗീകരിച്ചു. എന്തായാലും ഇപ്പോൾ PTI കമ്മിറ്റി ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. താൽക്കാലികമായ ഒരു PTI കമ്മിറ്റിയാണ്. അത് വരും ദിവസങ്ങളിൽ, അതായത് ജനുവരിയോടുകൂടി കൃത്യമായ ഒരു PTI കമ്മിറ്റി ഉണ്ടാവും. ആ PTI കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും മറ്റ് തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് പോലീസിനെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിയും കൂടി നിയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ആശ്വാസമാണ് ഈ കുട്ടികൾക്കുണ്ടായത്. കുട്ടികൾക്ക് മറ്റു പരാതികളില്ല. ഈ ചർച്ച തൃപ്തികരം എന്ന് തന്നെയാണ് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളും വ്യക്തമാക്കിയത്. അവരുടെ ആവശ്യം പുറത്തു പറയാൻ കഴിയാത്ത കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതുകൂടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സ്വകാര്യ ആവശ്യങ്ങളായിരുന്നു. ആ കാര്യത്തിലും അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകി എന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും തൽക്കാലം ഈ സമരം ഉൾപ്പെടെ പ്രതിഷേധം ഉൾപ്പെടെ ഇന്ന് കാര്യമായ മാർച്ചോ മറ്റോ ഈ ആശുപത്രിയിലേക്കില്ല. ഇന്ന് ആകെയുള്ളത് ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മാർച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോമോൻ ജോസിന് ഉൾപ്പെടെ തലക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന്റെ ലാത്തി ചാർജിൽ നിരവധി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് ഇത്തരത്തിൽ ലാത്തി ചാർജ് നടത്തിയത്. ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച്, പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുന്നത്. മാർച്ച് സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജലപീരങ്കി ഉൾപ്പെടെയുള്ള ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിലേക്ക് ഇന്ന് മറ്റ് മാർച്ചുകളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഈ വിദ്യാർത്ഥികൾ തന്നെ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏതായാലും ഇപ്പോൾ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന്. ഇനി ആ ഉറപ്പ് എത്രത്തോളം പാലിക്കുന്നുണ്ടെന്നതാണ് അറിയേണ്ടത്. അശ്വതി.